ആ സമയത്തിൽ ദൈവം വലിയ ഒരു പ്രൊജക്ട് ചെയ്യുകയാണ്. ആമേൻ. നമുക്കിപ്പോ എല്ലാവർക്കും ദൈവത്തെ അറിയുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലെ 1-ാം അധ്യായം മുതലാണ് നമ്മൾ അറിയുന്നത്, ഇല്ലേ? അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിലെ 1-ാം അധ്യായം മുതൽ നമ്മൾ അറിയുന്ന ദൈവം, നമ്മൾ അവിടം കൊണ്ടാണ് ദൈവത്തെ കാണുന്നത്. പക്ഷെ അതിനു മുമ്പ് ദൈവമുണ്ട്. ആമേൻ. സമയം തുടങ്ങുമ്പോഴാണ് നമ്മൾ ദൈവത്തെ കാണുന്നത്. പക്ഷെ അതിനു മുമ്പ് ദൈവമുണ്ട്. അതിനു മുമ്പ് ദൈവം എന്ത് ചെയ്യുകയായിരുന്നു? ആമേൻ. അതിനു മുമ്പ് ദൈവം എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ളതിന്റെ റിഫ്ലക്ഷനാണ് ഈ സമയത്തിലെ പ്രൊജക്ട്. ആമേൻ. അതുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ നാം ഇനി ചിന്തിക്കുമ്പോൾ നാം കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി, ഞാനും നിങ്ങളും വീണ്ടും ജനിച്ചവരാണ്. ദൈവവചനം പറയുകയാണ്, 2 Corinthians 5:17 പറയുകയാണ്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. ഇന്ന് നമ്മളുടെ അജ്ഞത കൊണ്ട് അല്ല എങ്കിൽ ദൈവവചനപ്രകാരം മനുഷ്യർ ഇരുട്ടിലിരിക്കുന്നത് കൊണ്ട് സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചം ഭൂമിയിലേക്ക് വന്നിട്ടും ആ വെളിച്ചത്തെ നമ്മൾ ഉപയോഗിക്കാഞ്ഞത് കൊണ്ട് നമ്മൾ ഇതുവരെ അറിഞ്ഞില്ല ഒരുവൻ ക്രിസ്തുവിലായ പുതിയ സൃഷ്ടിയായെന്നും, എന്നിട്ട് ആ സൃഷ്ടി എന്ത് എന്നും, ആ സൃഷ്ടി എന്ത് ചെയ്യുകയാണെന്നും, ആ സൃഷ്ടി ഇപ്പൊ എന്തോരം വളർന്നെന്നും, അവന്റെ സാഹചര്യം എന്താണെന്നും, അവൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നും നമ്മൾ ഇതുവരെ ചിന്തിച്ചില്ല. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക, ആ സൃഷ്ടി ജനിച്ചത് നിത്യതയിലാണ്. ആമേൻ. ആ വ്യക്തി ജനിച്ചത് സമയത്തിലല്ല. സമയത്തിൽ ജനിച്ച വ്യക്തിയാണ് ഇപ്പോൾ ഈ കസേരയിൽ ഇരിക്കുന്ന ആ ശരീരം. ആമേൻ. അതൊരു ജഡത്തിൽ നിന്നാണ് ജനിച്ചത്. ഒരു ത്രേസ്യാമ്മയുടെയും ഒരു ജോസഫിന്റെയും മകനായി മകളായി ജനിച്ചു. അത് കസേരയിൽ ഇരിക്കുന്നുണ്ട്. എന്നാൽ അകത്ത് പുതിയ സൃഷ്ടിയായി ജനിച്ച വ്യക്തി സമയത്തിലല്ല ജനിച്ചത്, നിത്യതയിലാണ് ജനിച്ചത്. ആമേൻ. ദൈവരാജ്യത്തിലാണ് ജനിച്ചത്. ഹല്ലേലൂയ. ലോകത്തിലാണ് സമയം, ദൈവരാജ്യത്തിലല്ല സമയം. ദൈവരാജ്യം നിത്യതയിലാണ്. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു സമയത്ത് 2 മണ്ഡലങ്ങളിൽ ജീവിക്കുന്ന വ്യക്തികളാണ് നമ്മൾ. ഹല്ലേലൂയ. ഒരു സമയത്ത് 2 മണ്ഡലങ്ങളിൽ ജീവിക്കുന്ന വ്യക്തികൾ. നിങ്ങൾ ഇത് പോയി ലോകത്തിലെ ഒരു വ്യക്തിയോട് പറഞ്ഞാൽ, അല്ലെങ്കിൽ ലോകത്തിലെ ഒരു സാധാരണ ലെവലിലുള്ള ഒരു ബൈബിൾ എഡ്യൂക്കേഷൻ കഴിഞ്ഞൊരു വ്യക്തിയോട് പറഞ്ഞാൽ അവര് നിങ്ങൾ വഴക്ക് പറയും. കാരണം ആത്മമണ്ഡലത്തിലേക്ക് കയറാത്ത, ആത്മീയം എന്തെന്ന് അറിയാത്ത, ആത്മറിലത്തെ കുറിച്ച് അറിയാത്ത ആത്മീയരാണ് ഇന്ന് ലോകത്തുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് വീണ്ടും ജനിക്കപ്പെട്ട വ്യക്തി ജനിച്ചത് ആത്മമണ്ഡലത്തിലാണ്. അതുകൊണ്ടാണ് സാക്ഷാൽ ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നപ്പോൾ യേശുക്രിസ്തു എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് പറഞ്ഞ് ഓടി നടക്കുന്ന, തന്റെ പുറകെ നടക്കുന്നവരോട് പറഞ്ഞത്, നിങ്ങൾ ആദ്യം അദൃശ്യ ദൈവരാജ്യം അന്വേഷിക്കുക. ഞാൻ പാരഫ്രൈസ് ചെയ്യുകയാണ്. കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ആ ദൈവരാജ്യം അന്വേഷിക്കേ. ആമേൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ വേണ്ട സകലതും അതിനോടുകൂടി ആഡ് ചെയ്യപ്പെടും. അപ്പോൾ നമ്മൾ ഇത് അന്വേഷിക്കേണ്ടത് ആ അദൃശ്യ ദൈവരാജ്യമാണ്. പക്ഷേ നമ്മൾക്ക് ഇന്ന് ആത്മീയമായി ഇരുട്ടിൽ കിടക്കുന്നത് കൊണ്ട് അകത്ത് പ്രകാശം വന്നെങ്കിലും നമ്മളുടെ സോളിനെ, നമ്മൾ ചിന്തിക്കുന്ന മനസ്സ് ആ വചനത്താൽ പ്രകാശിപ്പിക്കുവാൻ നമ്മൾ അനുവദിക്കാത്തത് കൊണ്ടും, ആമേൻ, ഹല്ലേലൂയ, നമുക്ക് ആ ദൈവിക പ്രകാശം പലർക്കും ഇന്ന് കടന്നു വന്നിട്ടില്ല. അപ്പോൾ നാം മനസ്സിലാക്കിയത് ദൈവം പ്രവർത്തിക്കുന്ന നിത്യതയിലാണ് എന്നും വീണ്ടും ജനിച്ച നമ്മൾ അവിടെ തന്നെയാണ് എന്നും, പക്ഷെ നമുക്കത് അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ സമയത്തിൽ നമ്മുടെ ശരീരം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നു. ആമേൻ. അതുകൊണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ കേട്ടു, ദൈവം പ്രവർത്തിക്കുന്ന നിത്യതയിലായതുപോലെ നമ്മൾ ജീവിക്കുന്നത് ഇന്ന് ദൈവത്തോടു കൂടെ നിത്യതയിലാണ്. ആമേൻ. നിങ്ങളുടെ ആത്മാവ് ദൈവത്തിൽ ഇന്ന് മറഞ്ഞിരിക്കുന്നു. ആമേൻ. നിത്യതയിൽ മറഞ്ഞിരിക്കുക. പക്ഷേ ശരീരം ഇന്ന് ഭൂമിയിലുണ്ട് ഒരു പ്രവൃത്തിക്ക് വേണ്ടി. ആമേൻ. അപ്പോൾ നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു സമയത്ത് 2 മണ്ഡലങ്ങളിൽ ജീവിക്കുന്ന വ്യക്തിയാണ്. നമുക്ക് 2 ബോഡിയുണ്ട്. ഒന്ന് ഭൗതിക ശരീരം, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതോടൊപ്പം തന്നെ നമുക്കൊരു ആത്മശരീരവുമുണ്ട്. ആമേൻ. ആത്മശരീരവുമുണ്ട്. ആത്മശരീരം നമ്മൾ അത് നമുക്ക് മൂവ് ചെയ്യിക്കാം. അതിനെക്കുറിച്ച് ആഴത്തിലുള്ള ക്ലാസ്സുകൾ വരുമ്പോൾ നിങ്ങൾക്ക് അതിനെ കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയാകും. ഇപ്പോൾ നിങ്ങൾ വളരുന്നത് കൊണ്ട് ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ തൽക്കാലം നീങ്ങുന്നില്ല. ഇനി നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, ഈ സമയം മുറിച്ച് ദൈവം നമുക്ക് ഓരോരുത്തരുടെ കയ്യിലും തന്നിരിക്കുകയാണ് എന്ന് നമ്മൾ കേൾക്കുവാനായിട്ട് ഇടയായി. കാരണം നമുക്ക് ഓരോരുത്തർക്കും ഈ സമയത്തിൽ ഓരോ പർപ്പസ് ഈ ഭൂമിയിൽ ചെയ്യാനുണ്ട്.
ഇത് ദൈവം മുൻ നിശ്ചയിച്ചു കഴിഞ്ഞു, മുന്നൊരുക്കി കഴിഞ്ഞു. തുടർന്ന് നാം മനസ്സിലാക്കി ബൈബിളിന്റെ വിഷനിൽ സമയത്തെ നമ്മൾ 3ആയിട്ട് മുറിക്കുകയാണ്. ബൈബിൾ 3ആയിട്ട് സമയത്തെ മുറിക്കുന്നു. നിങ്ങളുടെ കയ്യിലുള്ള ആ പേപ്പറിലെ 2ാമത്തെ പിക്ചറിൽ അതിന്റെ ആദ്യ ഭാഗം ടെസ്റ്റ് അല്ലെങ്കിൽ പരീക്ഷ, 2ാമത്തെ ഭാഗവും ടെസ്റ്റ്, 3ാമത്തെ ഭാഗവും ടെസ്റ്റ്. അപ്പോ 3 ഭാഗങ്ങളിലും ഉള്ള ഒരു കാര്യമാണ് ടെസ്റ്റ്. എന്നാൽ 2ാമത്തെ ഭാഗത്തില് ടെസ്റ്റിനോട് കൂടെ വേറൊന്നും കൂടി ചേർക്കപ്പെട്ടിട്ടുണ്ട്, റിഡംഷൻ, വിമോചനം. എന്താണ് ഇത് അർത്ഥമാക്കുന്നത്? ഈ 3 ഭാഗങ്ങളും സമയത്തിലുള്ളതാണ്. സമയത്തിലാണ് ഈ 3 ഭാഗങ്ങൾ. ഈ 3 ഭാഗങ്ങളുടെ ഇപ്പുറവും അപ്പുറവും എറ്റേണിറ്റിയാണ്, നിത്യതയാണ്. നമ്മൾ മനസ്സിലാക്കി സമയം തുടങ്ങിയതാണ്, അതേപോലെ സമയം അവസാനിക്കുകയും ചെയ്യും. ഈ സമയത്തിന്റെ ഉള്ളിൽ 3 പർപ്പസുകളാണ് മെയിൻ ആയിട്ട് നടക്കുന്നത്. ഒന്ന്, പിതാവിന്റെ പർപ്പസ്. എന്താണ് പിതാവിന്റെ പർപ്പസ്? ജനറലായിട്ട് പിതാവിന്റെ പർപ്പസ് നിങ്ങളോട് പറഞ്ഞാൽ, പിതാവ് ഇന്ന് ഈ ലോകത്തിൽ നമുക്കെല്ലാം ഒരു മനുഷ്യ ഷെല്ല് തന്ന്, ഒരു ബോഡി തന്ന്, നമ്മളെ ഓരോരുത്തരെയും ആ ബോഡിക്കുള്ളിൽ നിക്ഷേപിച്ച് ഈ ഭൂമിയിൽ സ്വതന്ത്രമായ ചിന്താഗതിയോടെ നമ്മളെ അയക്കുകയാണ്. ആമേൻ. എന്നിട്ട് ദൈവം മനസ്സിലാക്കുകയാണ് നമ്മൾ നന്മ തെരഞ്ഞെടുക്കുമോ തിന്മ തെരഞ്ഞെടുക്കുമോ എന്ന്. നമുക്ക് പൂർണ്ണമായും ദൈവം അധികാരം തന്നിരിക്കുക. ഈ അധികാരത്തിൽ ദൈവം ഒരിക്കലും കൈയിടുകയില്ല. ആമേൻ. നമ്മളുടെ അധികാരത്തിൽ, നമ്മളുടെ വിൽ പവറിൽ ദൈവം ഒരിക്കലും കൈയിടുകയില്ല. ഇത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കിക്കൊള്ളണം. കാരണം അങ്ങനെ കൈയിട്ടാൽ ടെസ്റ്റ് അല്ലാതെ ആയി മാറും. മനസ്സിലാവുന്നുണ്ടോ? ആമേൻ. അപ്പോൾ ദൈവത്തിന്റെ പദ്ധതി എന്നേക്കും നിലനിൽക്കും. ദൈവത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുമ്പോൾ ഇപ്പൊ പഴയ നിയമത്തിൽ എഴുതാത്തൊരു ഭാഗമുണ്ട്. എഴുതാത്തൊരു ഭാഗത്തെ ദൈവം എങ്ങനെയാണ് കൈകാര്യം ചെയ്യണമെന്ന് അറിയത്തില്ല നമുക്ക്. പക്ഷേ നമുക്കതിനെ എളുപ്പം മനസ്സിലാക്കാം. പുതിയ നിയമത്തിൽ ആ കാര്യം ദൈവം എങ്ങനെയാണ് കൈകാര്യം ചെയ്യണമെന്ന് കണ്ടു കഴിഞ്ഞാൽ പഴയ നിയമത്തിൽ നമുക്ക് മനസ്സിലാക്കാം ദൈവം അതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യണമെന്ന്, ചെയ്തിരുന്നതെന്ന്. മനസ്സിലാവുന്നു? കാരണം ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാ, മാറാത്തവനാണ്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ ഈ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം. ദൈവം മാറത്തില്ല, മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. അപ്പോ നമ്മൾ തുടർന്ന് മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മനുഷ്യർ ഓരോ നിമിഷവും പല മാറ്റങ്ങൾ മനുഷ്യർക്കുണ്ട്. അതുകൊണ്ട് ആ മാറ്റത്തിനൊത്ത് ദൈവം മാറണമെന്ന് ശടിക്കരുത്, പ്രാർത്ഥിക്കരുത്, ആമേൻ, പ്രസംഗിക്കരുത്. പകരം ബുദ്ധിപൂർവമായ തീരുമാനം എന്ന് പറയുന്നത് ദൈവം ആഗ്രഹിക്കുന്ന നമ്മൾ മാറുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ 3 പീരീഡ് നിങ്ങൾ കാണുമ്പോൾ ഒന്നാമത്തെ ഈ പീരീഡിൽ ഇത് ഏദൻ ലൈഫാണ്. ഒന്നാമത്തെ പരീക്ഷയുടെ പീരീഡ് ഏദൻ ലൈഫാ, ഏദനിലെ ജീവിതമാണ്. ഏദനിലെ ജീവിതം, ഏദനിലെ ജീവിതത്തിൽ ദൈവം ആദത്തിന് ഹവ്വായ്ക്കും ഒരു ടെസ്റ്റ് ഇട്ടു. ആമേൻ. ആ ടെസ്റ്റിൽ ആദവും ഹവ്വയും പരാജയപ്പെട്ടു. അവർ പിശാചിന്റെ പിടിയിലായി, അവരുടെ തേജസ് നഷ്ടപ്പെട്ടു. അവർ ഏദൻ തോട്ടത്തിന് പുറത്തായി. അതോടെ സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ വന്നു. ആമേൻ. അതോടെ ആദവും ഹവ്വയും നേരെ പിശാചിന്റെ കുഴിയിലായി മാറി. ആമേൻ. അതിന്റെ ഡീറ്റെയിലേക്ക് നമ്മൾ വരാൻ പോവുകയാണ്. ഇനി യേശുവിന്റെ പദ്ധതിയാണ് ഈ ആദത്തെയും ഹവ്വയെയും, അല്ലെങ്കിൽ ആദത്തിന്റെ ഉള്ളിലുള്ള സകലരെയും, അവരെ പിശാചിന്റെ പിടിയിൽ നിന്ന് വീണ്ടെടുത്ത് അവരെ തിരിച്ച് ദൈവത്തിന്റെ പിതാവിന്റെ പർപ്പസിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. ആമേൻ. ഹല്ലേലൂയ. ഡീറ്റെയിലേക്ക് നമ്മൾ പോകും. അങ്ങനെ യേശുക്രിസ്തു കടന്നു വന്ന് തന്റെ പദ്ധതി ഈ ഭൂമിയിൽ നിവർത്തിച്ചു.
തുടർന്ന് ഈ മനുഷ്യരെ വീണ്ടും പിതാവിന്റെ പർപ്പസായ ടെസ്റ്റിലേക്ക് കൊണ്ടുവന്നു. ആമേൻ. കാരണം പിതാവ് മാറുമോ? മനുഷ്യർ വീണെന്ന് പറഞ്ഞ് ഇനി ടെസ്റ്റ് ഒന്നും വേണ്ട, എല്ലാവർക്കും ഓൾ പ്രൊമോഷൻ കൊടുത്ത് വിടാമെന്ന് ചിന്തിക്കുവോ? ഇല്ല. മനസ്സിലായോ? പലരും ചിന്തിക്കുന്നത് അങ്ങനെയാണ്. മനുഷ്യൻ ഒരു പ്രാവശ്യം വീണത് കൊണ്ട് പിതാവ് തന്റെ സ്വഭാവങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് ഈ മനുഷ്യരെല്ലാം ഒന്ന് കൈപൊക്കി ഒന്ന് ഏറ്റു പറഞ്ഞ ഓൾ പ്രൊമോഷൻ കൊടുത്ത് എല്ലാവരും സ്വർഗത്തിൽ കയറ്റുകയാണെന്ന്. ആമേൻ. പക്ഷേ ദൈവം ഒരിക്കലും മാറുകയില്ല. ദൈവം ഇന്നലെയും ഇന്നും നാളെയും അന്യനാണ്, മാറാത്ത ദൈവമാണ്. തുടർന്ന് ആ ടെസ്റ്റിൽ ജയിക്കുന്നവരെ എന്നെന്നും ആദത്തിന് കൊടുക്കാത്ത ജീവവൃക്ഷത്തിന്റെ ഫലം കൊടുത്ത് ദൈവം എന്നെന്നും അവരെ തന്നോട് ഒപ്പം നിത്യതയിലേക്ക് വീണ്ടും പ്രവേശിക്കുകയായി. ആമേൻ. തന്റെ പ്രൊജക്ട് അവസാനിക്കുന്നു. ഇനി ഇതിന്റെ ഡീറ്റെയിലേക്ക് നമ്മൾ കയറുകയാണ്. എന്താണ് ഇതിന്റെ ഡീറ്റെയിൽ? ടെസ്റ്റ് ഏതൻ ലൈഫാണെന്ന് പറഞ്ഞു. ഏതൻ ലൈഫിൽ പിതാവായ ദൈവത്തിന്റെ ഇടപെടലാണ് നാം കാണുന്നത്. പിതാവായ ദൈവമാണ് പ്രവർത്തിക്കുന്നത്. ടെസ്റ്റ് ഇടുന്നതും പിതാവായ ദൈവം തന്നെ. എന്നാൽ ആദം ഹവ്വ ടെസ്റ്റിൽ പരാജയപ്പെട്ടപ്പോൾ പിതാവായ ദൈവം വേറൊരാളെ പരിചയപ്പെടുത്തുകയാണ്. അപ്പോഴാണ് പിതാവായ ദൈവം ക്രിസ്തുവിനെ വാഗ്ദത്തം ചെയ്യുന്നത്. ആമേൻ. ഹല്ലേലൂയ. തന്റെ രണ്ടാമത്തെ പീരീഡിലേക്കാണ് ക്രിസ്തുവിനെ വാഗ്ദത്തം ചെയ്യുന്നത്. പിതാവായ ദൈവം ഉൽപ്പത്തി 3:15 ഇങ്ങനെ പറഞ്ഞു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. സ്ത്രീയുടെ സന്തതിയാണ് കർത്താവായ യേശു. യേശു ക്രിസ്തുവിന്റെ വാഗ്ദത്തമാണ് വരുന്നത്. ആമേൻ. തുടർന്ന് ആ യേശു ക്രിസ്തുവാണ്, യേശു ക്രിസ്തുവിന്റെ വരവിനുള്ള ഒരുക്കമാണ് ഈ പഴയ നിയമം മുഴുവൻ. ഈ പഴയ നിയമത്തിന്റെ അവസാന ഭാഗങ്ങളിൽ, ഈ രണ്ടാമത്തെ പീരീഡിന്റെ അവസാന ഭാഗങ്ങളിൽ കർത്താവായ യേശു പിതാവ് വാഗ്ദത്തം ചെയ്തതുപോലെ കടന്നു വന്നു, തന്റെ പദ്ധതി നിവർത്തിച്ചു. ഇനി യേശു മറ്റൊരാളെ വാഗ്ദത്തം ചെയ്യുകയാണ്. യേശു മറ്റൊരാളെ വാഗ്ദത്തം ചെയ്യുകയാണ്. ആമേൻ. എന്റെ കോഴ്സ് ഇപ്പൊ തൽക്കാലം തീർന്നു, ഇതാ പൂർത്തിയായി. ഭൂമിയിലെ എന്റെ പരിപാടി പൂർത്തിയായി. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങളൊക്കെ സ്വർഗത്തിലെത്തിയെന്നല്ല. ആമേൻ. യേശു പൂർത്തിയായെന്ന് പറഞ്ഞില്ലേ, ഇനി വല്ലതും ബാക്കി ഉണ്ടോ എന്ന് ചോദിക്കുന്ന പല പ്രശ്നങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ആമേൻ. യേശു പറഞ്ഞത് തന്റെ പ്രവൃത്തി ഭൂമിയിലെ പൂർത്തിയായി. എന്നിട്ട് യേശു മറ്റൊരാളെ വാഗ്ദാനം ചെയ്യുക. അതിന്റെ അർത്ഥം ഇപ്പോൾ തന്റെ പ്രൊജക്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഇനിയും പ്രൊജക്ട് മുമ്പിലേക്ക് കിടക്കുകയാണ്. മനസ്സിലായോ? ഇനി പരിശുദ്ധാത്മാവ് വരും. ആ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ വേറൊരു പദ്ധതിയുണ്ട്. അവൻ എന്താ ചെയ്യണം പോണെന്നറിയാമോ? നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ആമേൻ. അപ്പൊ നിങ്ങൾ ഇതുവരെ എന്തിൽ നടന്നിട്ടില്ല? സത്യത്തിൽ നടന്നിട്ടില്ല. ഇനി ഞാനൊന്ന് നോക്കട്ടെ നിങ്ങൾ സത്യത്തിൽ നടക്കുമോ എന്ന്. ആമേൻ. നിങ്ങൾ സകല സത്യത്തിലും വഴി നടത്തും. അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ നീ നയിക്കപ്പെട്ടാൽ നീ ദൈവത്തിന്റെ പൈതലാ. ദൈവാത്മാവ് നയിക്കപ്പെടുന്നവരാ ദൈവത്തിന്റെ മകൾ. ആമേൻ. ഹല്ലേലൂയ. ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയും ഇല്ല. റോമൻസ് 8:1. ആമേൻ. ഹല്ലേലൂയ. ഇത് വളരെയധികം ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ട ഒരു വചനമാണ്. ഹല്ലേലൂയ. കാരണം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മലയാളം ബൈബിളിൽ അത് പൂർണ്ണതയുള്ളതല്ല. ആ വചനം നല്ല വചനമാണ്. പക്ഷെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മലയാളം ബൈബിൾ ആ വചനത്തിന്റെ പകുതിയേ ഉള്ളൂ. ഹല്ലേലൂയ. ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ശിക്ഷാവിധി ഇല്ല എന്ന് ഒരു സാധാരണക്കാരനായ ഒരു നമ്മുടെ നാട്ടിലെ ഒരു ദൈവദാസനോടോ അല്ലെങ്കിൽ അവിടെയുള്ള ഒരു അപ്പച്ചനോടോ അമ്മച്ചിയോടോ പറഞ്ഞാൽ എന്റെ യേശു എത്ര നല്ലതാ, ഇപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഒരു പ്രാവശ്യം കൈപൊക്കി അങ്ങനെ സ്വീകരിച്ചു, ഇനി ഞങ്ങൾക്ക് എന്തില്ല, ശിക്ഷാവിധി ഇല്ല. അവരത് അതുകൊണ്ട് വഞ്ചിക്കപ്പെടും.